പക്ഷം തിരിഞ്ഞു നിന്നു മുറ്റും വിടക്കെന്നിടുമ്പോൾ ഉറ്റവർ സ്നേഹിതർ പക്ഷം തിരിഞ്ഞു നിന്നു മുറ്റും വിടക്കെന്നിടുമ്പോൾ പറ്റിച്ചേർന്നവൻ നിൽക്കുമേ ഒടുവിലൻ പക്ഷത്തു ചേർന്നിടുമേ. പറ്റിച്ചേർന്നവൻ നിൽക്കുമേ ഒടുവിലൻ പക്ഷത്തു ചേർന്നിടുമേ. കൊടുവിട്ടൊടുവിൽ ഞാനെൻ നാട്ടിൽ വീടിൻ്റെ മുൻപിലെത്തും. പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഒരു പ്രാവശ്യം കൂടെ നമുക്കെല്ലാവർക്കും ദൈവവചനം ശ്രദ്ധിക്കുവാൻ, ദൈവവചനം കേൾക്കുവാൻ വലിയവനായ ദൈവം നമുക്ക് അവസരം തന്നല്ലോ. നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാം. നമുക്ക് ദൈവവചനത്തിൽ നിന്നൊരു വേദവാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത് എഴുതുക. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. നാം വെളിപ്പാട് പുസ്തകത്തിലെ ഭാഗ്യവാന്മാരെ കുറിച്ച് ചിന്തിച്ച് വരികയായിരുന്നു. ഇത് 6-ാമത്തെ ഭാഗ്യവാനാണ്. വെളിപ്പാട് പുസ്തകത്തിൽ 7 ഭാഗ്യവാന്മാരെ കുറിച്ച് അപ്പോസ്തലനായ യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7 ഭാഗ്യവാന്മാർ വെളിപ്പാട് പുസ്തകത്തിലെ. അതിൽ 1-ാമത്തെ ഭാഗ്യവാൻ 1-ാം അധ്യായം 3-ാം വാക്യമാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുന്നവരെ. ദൈവത്തിൻ്റെ വചനം നാം ആദ്യമായിട്ട് കേൾക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭം അവിടെയാണ്. ക്രിസ്തീയ ജീവിതത്തിന് തുടക്കം അവിടെയാണ്. ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുന്നു. ഈ കേൾക്കുന്ന വചനം നമുക്ക് മാധുര്യമായി തീരുന്നു. ഈ കേൾക്കുന്ന വചനം നമുക്ക് അനുഗ്രഹകരമായി തീരുന്നു. ഈ കേൾക്കുന്ന വചനം നമുക്ക് പ്രയോജനപ്പെടുന്നു. ഇത് അനുഗ്രഹകരമായി തീരുമ്പോൾ ഇത് അനേകരെ കേൾപ്പിക്കണമെന്നുള്ളതായ ഒരു ചിന്തയും ഒരു ആഗ്രഹവും നമ്മുടെ ഉള്ളിൽ മുളച്ചു വരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും ദൈവത്തിൻ്റെ വചനം അനേകരെ കേൾപ്പിക്കുകയും ചെയ്യുന്നവരാണ് 1-ാമത്തെ ഭാഗ്യവാൻ. 2-ാമത്തെ ഭാഗ്യവാൻ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം ചിന്തിക്കുകയുണ്ടായി. ഈ കേട്ടതായ വചനം നാം വിശ്വസിക്കുകയും അനുസരിക്കുകയും വചനം നമ്മുടെ ഹൃദയത്തിൽ കൈക്കൊള്ളുകയും ചെയ്യുന്നു. അവനാണ് 2-ാമത്തെ ഭാഗ്യവാൻ. ദൈവവചനം കേട്ട് വിശ്വസിച്ച് അനുസരിച്ച് ഹൃദയത്തിൽ വചനം സംഗ്രഹിക്കുന്നവൻ, വചനം കൈക്കൊള്ളുന്നവനാണ് 2-ാമത്തെ ഭാഗ്യവാൻ. 3-ാമത്തെ ഭാഗ്യവാൻ ആരാണ്? കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവനാണ് ഭാഗ്യവാൻ. ദൈവത്തിൻ്റെ വചനം കേട്ട് വിശ്വസിച്ച് അനുസരിച്ച് ഹൃദയത്തിൽ ക്രിസ്തുവിനെ കൈക്കൊണ്ട ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവ കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ളതായ ക്ഷണം ലഭിക്കുകയാണ്. ഈ ക്ഷണം ലഭിച്ചതായ ഒരു വിശ്വാസിക്ക് അവന് കല്യാണ വസ്ത്രം സൗജന്യമായി ദൈവം കൊടുക്കുകയാണ്. സൗജന്യമായ നീതീകരണം, വിശ്വാസത്താലുള്ളതായ നീതീകരണം ദൈവം നമുക്ക് തരികയാണ്. അത് ഈ വചനം കേട്ട് വചനം വിശ്വസിച്ച് വചനം അനുസരിച്ച് വചനപ്രകാരം ജീവിതം ക്രമീകരിക്കുന്ന ഒരു വിശ്വാസിക്ക് ദൈവം കൊടുക്കുന്ന ഒരു സൗജന്യമായ സ്വർഗീയ ദാനമാണ് സൗജന്യമായ നീതീകരണം. അതാണ് 3-ാമത്തെ ഭാഗ്യവാൻ. 4-ാമത്തെ ഭാഗ്യവാൻ ആരാണ്? ഈ നീതീകരണം കിട്ടിയ, സൗജന്യമായി ജീവിതവസ്ത്രം കഴുകി കിട്ടിയ ഒരു വിശ്വാസി വളരെ പ്രാർത്ഥനയോടും കരുതലോടും ജാഗരണത്തോടും ജാഗ്രതയോടും കൂടെ തൻ്റെ വസ്ത്രത്തിലൊരു കറ പറ്റാതെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസിയാണ് 4-ാമത്തെ ഭാഗ്യവാൻ. പ്രിയപ്പെട്ടവരെ, നാം ഇത് ഓരോന്നോരോന്ന് ചിന്തിച്ച് വരുമ്പോൾ നാം നമ്മുടെ ജീവിത അനുഭവത്തിലേക്കൊന്ന് ചിന്തിച്ച് നോക്കണം. എൻ്റെ ജീവിത വസ്ത്രത്തിൽ ഇന്ന് അഴുക്ക് പറ്റിയിട്ടുണ്ടോ? അഴുക്ക് പറ്റരുതെന്നുള്ളതായൊരു നിർബന്ധം എനിക്കുണ്ടോ? എന്നാൽ 5-ാമത്തെ ഭാഗ്യവാൻ ആരാണ്? നമ്മുടെ ജീവിതയാത്രയിൽ, ഈ മരുഭൂ യാത്രയിൽ, ജീവിതത്തിൽ നമ്മുടെ ജീവിത വസ്ത്രത്തിൽ എവിടെയെങ്കിലും ഒരു കറയോ ഒരു ചെളിയോ ഒരു പൊടിയോ ഒരു മുഷിച്ചിലോ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മെ കഴുകുവാൻ കാൽവറിയിലെ ഊനമില്ലാത്ത കുഞ്ഞാടിൻ്റെ രക്തമുണ്ട്. അവൻ്റെ രക്തത്തിൽ ദൈനംദിനം ജീവിത വസ്ത്രം അലക്കുന്ന വിശ്വാസിയാണ് 5-ാമത്തെ ഭാഗ്യവാൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ ജീവിത വസ്ത്രം അലക്കാറുണ്ടോ? നിങ്ങളുടെ ജീവിത വസ്ത്രം നിങ്ങൾ പരിശോധിക്കാറുണ്ടോ?
ദൈനംദിനം ഓരോ ദിവസവും ഈ കുഞ്ഞാടിൻ്റെ തിരുരക്തം ഒഴുകി വരുന്ന ക്രൂശിൻ ചുവട്ടിൽ തന്നെത്താൻ ഇരുന്ന് തന്നെത്താൻ ശോധന ചെയ്ത് ജീവിതത്തിൽ വന്ന വീഴ്ചകളെ കണ്ടുപിടിച്ച് അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ നിങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിക്കാറുണ്ടോ? അവനാണ് ഭാഗ്യവാൻ. അങ്ങനെ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മുടെ അങ്കി അലക്കി വെളുപ്പിച്ചിങ്ങനെ ജീവിക്കുന്നതായ ഏതോ ഒരു നിമിഷം, നാം പ്രതീക്ഷിക്കാത്ത സമയത്ത്, നാം ആഗ്രഹിക്കാത്ത സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് മരണം കടന്നു വരികയാണ്. നാം ആരും പ്രതീക്ഷിക്കുന്ന സമയത്ത് ആയിക്കൊള്ളണമെന്നില്ല, നാം ആരും ആഗ്രഹിക്കുന്ന സമയത്ത് ആയിക്കൊള്ളണമെന്നില്ല, നാം ആരും ചിന്തിക്കാത്ത സമയത്തായിരിക്കാം. ഒരുപക്ഷെ യൗവനപ്രായത്തിലായിരിക്കാം, ഒരുപക്ഷെ മധ്യവയസ്കലായിരിക്കാം, ഒരുപക്ഷെ പ്രായം ചെന്നായിരിക്കാം. എന്നാണെങ്കിലും ഒരു മരണം സുനിശ്ചയമാണ്. നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണത്. ഒരു മരണമുണ്ട്. എന്നാണ് മരിക്കുന്നത് നമുക്ക് ആർക്കും നിശ്ചയമില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ക്രിസ്തുവിൽ മരിക്കുക എന്നുള്ളത്. ഇവിടെ നാം വായിച്ചു കേട്ട വേദഭാഗം എന്താണ്? ഒന്നുകൂടെ വായിക്കാം. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യമാണ്. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത് എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അവരാണ് ഭാഗ്യവാന്മാർ. ക്രിസ്തുവിൽ മരിക്കുക, കർത്താവിൽ മരിക്കുക, അതാണ് നമ്മുടെ സഭ നമ്മെ പഠിപ്പിക്കുന്നത്. ക്രിസ്തുവുമായിട്ടുള്ളതായ ബന്ധത്തിൽ, ആ ശരണത്തിൽ മരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. യേശുക്രിസ്തുവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ, യേശുക്രിസ്തുവുമായിട്ടുള്ള ആശാബന്ധത്തിൽ, യേശുക്രിസ്തുവുമായിട്ടുള്ള ആ തിരുരക്തത്തിൻ്റെ ബന്ധത്തിൽ ആശ്രയിച്ച് ജീവിച്ച് ക്രിസ്തുവിൽ മരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ഈ ഭൂമിയിൽ നാം ഓരോരുത്തരും അപ്പൻ്റെയും അമ്മയുടെയും മക്കളായി, മകനായും മകളായി നാം ഒരിക്കൽ ജനിച്ചു ഈ ഭൂമിയിലേക്ക്. ദൈവത്തിൻ്റെ വചനപ്രകാരം ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു. ജഡപ്രകാരം അപ്പൻ്റെയും അമ്മയുടെയും മകനോ മകളോ ആയിട്ട് നാം ഓരോരുത്തരും ഓരോരോ കാലഘട്ടത്തിൽ നാം ഈ ഭൂമിയിലേക്ക് വരികയുണ്ടായി. നമ്മുടെ ജീവിതം വളരുന്നു, നാം പഠിക്കുന്നു, വിദ്യാഭ്യാസം നേടുന്നു, ജോലി നേടുന്നു, വിവാഹം കഴിക്കുന്നു, മക്കളുണ്ടാകുന്നു, അവരെ പഠിപ്പിക്കുന്നു, അവർ വലുതാകുന്നു, അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുന്നു, നാം വാർദ്ധക്യത്തിലേക്ക് എത്തുന്നു, നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു, നമ്മുടെ ഇടവകപ്പള്ളിയിലെ സെമിത്തേരിയിൽ കൊണ്ടുപോയി നമ്മുടെ ജഡം മറവ് ചെയ്യുന്നു. ഇത്രയുള്ള പ്രിയപ്പെട്ട മനുഷ്യൻ്റെ ജീവിതം. എന്നാൽ ഇതിനപ്പുറം ഒരു ജീവിതമില്ലേ? അവനാണ് ക്രിസ്തുവിൽ മരിക്കുന്നവനാണ് ഭാഗ്യവാൻ. ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ നാം എന്ത് നേടണം? നാം എങ്ങനെ ജീവിക്കണം? ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ നാം ക്രിസ്തുവിൽ ജനിക്കണം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നമ്മുടെ കർത്താവ് നിക്കോദീമോസിനോടൊരു കാര്യം പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അവിടെ കർത്താവ് ഒരു മനുഷ്യൻ സ്വർഗരാജ്യത്തിൽ എത്തണമെങ്കിൽ, ഒരു മനുഷ്യൻ്റെ ആത്മാവ് നിത്യജീവൻ്റെ അവകാശം പ്രാപിക്കണമെങ്കിൽ, ഒരു മനുഷ്യൻ കർത്താവിൽ മരിക്കണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് നടക്കേണ്ട ഒരു ആത്മീയ അനുഭവമുണ്ട്. ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ കൂടിയേ കഴിയൂ. എന്താണ് അനുഭവം? അത് നമ്മുടെ കർത്താവിൻ്റെ വായിൽ നിന്ന് വന്നതാണ്. നിക്കോദീമോസിനോട് പറയുകയാണ്, ആമേൻ ആമേൻ, സത്യമായിട്ടും ഞാൻ നിന്നോട് പറയുന്നു, നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ നിക്കോദീമോസെ നിനക്ക് മാത്രമല്ല ഒരു മനുഷ്യർക്കും സാധ്യമല്ല. ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് ജനിച്ച ഏതൊരു മനുഷ്യനും ദൈവരാജ്യത്തിൽ എത്തണമെങ്കിൽ, നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ ഈ പുതിയതായി ജനിക്കുന്നൊരനുഭവം, വീണ്ടും ജനന അനുഭവം, ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് ഓരോ മനുഷ്യനും അത് വ്യക്തിപരമായിട്ട് അനുഭവമാക്കിയിരിക്കണം. ഈ വചനം കേൾക്കുമ്പോൾ ഞാൻ വളരെ സ്നേഹത്തോടും വളരെ ആദരവോടും വളരെ ബഹുമാനത്തോടും നിങ്ങളോട് ഞാൻ വളരെ എളിമയോടും ചോദിക്കട്ടെ, പ്രിയപ്പെട്ട സഹോദര, നീ വീണ്ടും ജനിച്ചൊരു ദൈവവേദനാണോ? പ്രിയപ്പെട്ട സഹോദരി, നീ വീണ്ടും ജനിച്ചിട്ടുണ്ടോ? ഒരു വീണ്ടും ജനന അനുഭവം നിന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടോ? ഒരു പുതിയ മനുഷ്യനായി ജനിക്കുന്നൊരു അനുഭവം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭം അവിടെയാണ് പ്രിയപ്പെട്ടവരെ. ക്രിസ്തീയ ജീവിതത്തിൻ്റെ തുടക്കം അവിടെയാണ്. ഒരു വീണ്ടും ജനന അനുഭവം മകനെ നീ പ്രാപിച്ചിട്ടുണ്ടോ? ഒരു ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് നിനക്ക് കിട്ടിയിട്ടുണ്ടോ? ഒരു മാനസാന്തര അനുഭവം നിനക്ക് ലഭിച്ചിട്ടുണ്ടോ? രക്ഷയുടെ സന്തോഷം നീ അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ ദൈവത്തിന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ ജീവനുള്ള ക്രിസ്തുവിനോട് പറയുക,
ഇതൊരു മനുഷ്യൻ തരുന്ന അനുഭവമല്ല. ഇത് ഒരു പ്രസംഗം കേൾക്കുമ്പോൾ ലഭിക്കുന്ന അനുഭവമല്ല. ഇത് ജീവനുള്ള ക്രിസ്തു നമുക്ക് തരുന്ന ഒരു സ്വർഗീയ സൗഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ. ഒരു സ്വർഗീയ ദാനമാണിത്. ഇത് ദൈവവചന കേൾവിയിൽ കൂടിയാണ് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് പറയുന്നുണ്ട്, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന്. ഈ വീണ്ടും ജനന അനുഭവം നമുക്ക് ലഭിക്കുന്നത് ദൈവവചനത്തിൽ കൂടിയാണ്. കാരണം ഈ ദൈവവചനം എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ ആത്മാവാണ്, അത് ദൈവത്തിൻ്റെ ജീവനാണ്, അത് ദൈവം തന്നെയാണ്. ഈ ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവ്, ഈ ജീവനുള്ള ദൈവത്തിൻ്റെ ജീവൻ, ഈ പരിശുദ്ധാത്മാവ് ഈ വചനത്തിൽ കൂടി നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ മരിച്ചു കിടക്കുന്ന ഈ ആത്മാവിന് ജീവൻ നൽകുകയാണ്. അങ്ങനെയാണ് ഒരു മനുഷ്യൻ പുതുതായി ജനിക്കുന്നത്, വീണ്ടും ജനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊന്ന് ചോദന ചെയ്യണം, ഞാനൊരു വീണ്ടും ജനിച്ച ദൈവവൈതലാണോ? ശരിയാണ്, ഞാൻ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും മകനോ മകളുമായി ജനിച്ചു, അത് ജഡീകമായ ജനനമാണ്. എന്നാൽ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത് എവിടെയാണ്? അത് വീണ്ടും ജനനത്തിൽ കൂടിയാണ്. പ്രിയപ്പെട്ട സഹോദരാ, നീ വീണ്ടും ജനിച്ചുവോ? വീണ്ടും ജനന അനുഭവം നീ പ്രാപിച്ചുവോ? ഇല്ലെങ്കിൽ നീ ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ, എനിക്കൊരു വീണ്ടും ജനന അനുഭവം തരണമേ. സ്വർഗത്തിൽ ജനിക്കുന്നതായ ഒരു അനുഭവം, എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കുന്നതായ ഒരു അനുഭവം, എൻ്റെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം ക്ഷമിച്ചു തന്നുവെന്ന് ഉറപ്പ് കിട്ടുന്നതായ ഒരു അനുഭവം, സ്വർഗീയ സ്നേഹം എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്നതായ ഒരു അനുഭവം. പ്രിയപ്പെട്ടവരെ, അത് അവർണ്ണനീയമായൊരു അനുഭവമാണ്. അത് നമുക്ക് വർണ്ണിക്കാൻ സാധ്യമല്ല, അത് അനുഭവിക്കേണ്ട ഒരു അനുഭവമാണ്. ഈ ബലഹീനനായ എൻ്റെ ജീവിതത്തിൽ എൻ്റെ 22ാമത്തെ വയസ്സിലാണ് ഒരു വീണ്ടും ജനന അനുഭവം എനിക്ക് ലഭിക്കുന്നത്. അത് ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ്. ദൈവവചനമാകുന്ന ക്രിസ്തു എൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് എനിക്കൊരു വീണ്ടും ജനന അനുഭവം ലഭിച്ചത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് നല്ല ഉറപ്പാണ്. എൻ്റെ പഴയ ജീവിതത്തോടെ ഞാൻ എന്നേക്കുമായി അന്ന് യാത്ര പറഞ്ഞു. യേശു ക്രിസ്തു എൻ്റെ ഹൃദയത്തിലേക്ക് എൻ്റെ രക്ഷകനും എൻ്റെ ഉടയവനും എൻ്റെ നാഥനും എൻ്റെ വീണ്ടെടുപ്പുകാരനും എൻ്റെ രാജാവും എൻ്റെ യജമാനനുമായി അവനെൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്നു. എന്തൊരു സന്തോഷമായിരുന്നു, എന്തൊരു സ്നേഹമായിരുന്നു, എന്തൊരു സമാധാനമായിരുന്നു ഹൃദയത്തിൽ. ഒരേ ഒരു ലക്ഷ്യം, ഈ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കണം, ഈ യേശു ക്രിസ്തുവിനെ സേവിക്കണം, ഈ യേശു ക്രിസ്തുവിനെ സാക്ഷിക്കണം, അവന് വേണ്ടി ഈ ജീവിതം വേർതിരിക്കണം. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്കങ്ങനെ അനുഭവം കിട്ടിയിട്ടുണ്ടോ? ഒരു വീണ്ടും ജനന അനുഭവം. ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ നാം ഒന്നാമത് ജനിക്കണം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ തുടക്കം അതാണ്. ഞാൻ വിശ്വസിക്കുന്നു, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അനേക ദൈവമക്കളുടെ ജീവിതത്തിൽ ഈ വീണ്ടും ജനന അനുഭവം ലഭിച്ചവരുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. ഈ വീണ്ടും ജനന അനുഭവം ലഭിച്ചിട്ട്, രക്ഷയുടെ സന്തോഷം ലഭിച്ചിട്ട്, ഒരു മാനസാന്തര അനുഭവം ലഭിച്ചിട്ട് എത്രയോ വർഷമായി. അത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ തുടക്കമാണത്. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വളർച്ച പ്രാപിക്കുന്നുണ്ടോ? നിങ്ങൾ ആത്മീയമായി വളരുന്നുണ്ടോ? ക്രിസ്തുവിൽ ജനിച്ചാൽ മാത്രം പോരാ, അതൊരു തുടക്കം മാത്രമാണ്. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ഒന്നാമത് ക്രിസ്തുവിൽ ജനിക്കണം. പോരാ പ്രിയപ്പെട്ടവരെ, പിന്നെ എന്താണ് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട അനുഭവം? ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു, അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. പ്രിയപ്പെട്ടവരെ, പുതുതായി ജനിച്ചാൽ മാത്രം പോരാ, നാം പുതിയ സൃഷ്ടികളാവണം, നാം പുതിയ മനുഷ്യരാകണം. പുതുജനനം ഒരു ആരംഭം മാത്രമാണ്. എന്നാൽ ആത്മീയ ജീവിതത്തിൽ നാം വളർന്നു വരണം. നാം ഒരു പുതിയ സൃഷ്ടിയായോ? ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് സകലവും പുതുതായി തീർന്നിരിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം. അനേക ദൈവമക്കൾ വീണ്ടും ജനിച്ചവരുണ്ട്, എത്രയോ വർഷമായി പ്രിയപ്പെട്ടവരെ. എന്നാൽ നാം ഒന്ന് ചിന്തിച്ച് നോക്കണം, ഞാനൊരു പുതിയ മനുഷ്യനായോ? ഒരു വീണ്ടും ജനനം ലഭിച്ചു എന്നുള്ളതുകൊണ്ട് നാം ആരും തികഞ്ഞവരാകുന്നില്ല, നമ്മുടെ പഴയ മനുഷ്യൻ മരിക്കുന്നില്ല. എന്നാൽ നാം തന്നെത്താൻ ദൈവസന്നിധിയിൽ ഇരുന്ന് എൻ്റെ സ്വഭാവം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലും അവൻ്റെ പരിശുദ്ധാത്മാവിനാലും അവൻ്റെ പരിശുദ്ധാത്മാവിന് തീരാലും ഞാൻ ശുദ്ധീകരണം പ്രാപിച്ച് എൻ്റെ പഴയ മനുഷ്യൻ മരിക്കുന്നതായ ഒരനുഭവം ഞാൻ പ്രാപിച്ചുവോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. അനുഗ്രഹീത സുവിശേഷകനായിരുന്ന വാച്ച്മാനി, അദ്ദേഹം അനേക പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ് സ്പിരിച്വൽ മാൻ, ആത്മീയ മനുഷ്യനെന്ന്. അതിൽ അദ്ദേഹം ഒരു വാക്യം ഇങ്ങനെ കുറിച്ചു വച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഇന്ന് ക്രിസ്തീയ സഭകളിൽ, ക്രിസ്തീയ കൂട്ടായ്മകളിൽ, ആത്മീയ ലോകത്ത് പ്രായമായ ശിശുക്കൾ വർദ്ധിച്ചു വരികയാണ് എന്ന്. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്കത് മനസ്സിലായോ? അത് ആത്മീയ ഗോളത്തിൽ, ക്രിസ്തീയ കൂട്ടായ്മകളിൽ പ്രായമായ ശിശുക്കൾ വർദ്ധിച്ചു വരികയാണ് എന്ന്. എന്താണ് അതിൻ്റെ അർത്ഥം? ശാരീരികമായി നമുക്ക് പ്രായമാകുന്നുണ്ട്, നമ്മുടെ പ്രായം വർദ്ധിക്കുന്നുണ്ട്.
എന്നാൽ ഇന്നും അനേകർ ആത്മീയ ശിശുക്കളായിട്ട് തന്നെ ജീവിക്കുകയാണ്. ആത്മീയമായിട്ട് അനേകർ വളരുന്നില്ല, ശുദ്ധീകരണം പ്രാപിക്കുന്നില്ല. ക്രിസ്തുവിൻ്റെ സ്വഭാവം എനിക്ക് പ്രാപിക്കണമെന്നും എനിക്കൊരു വിശുദ്ധനായിട്ട് ജീവിക്കണമെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കണമെന്നും ആത്മനിറവിൻ്റെ ഒരു ജീവിതം നയിക്കണമെന്നും അനേകരുടെ ഉള്ളിൽ വാഞ്ചയില്ല. ഇന്ന് അനേകർക്ക് അവർക്ക് ലഭിച്ചതായ ഒരു മാനസാന്തരത്തിൽ സംതൃപ്തമായിട്ട് ജീവിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അങ്ങനെ ജീവിച്ചാൽ നമുക്ക് ക്രിസ്തുവിൽ മരിക്കാൻ സാധ്യമല്ല. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 1 വാക്യം വായിക്കുമ്പോൾ അവിടെ കൊരിന്ത്യയിലെ ദൈവമക്കളോട് അപ്പോസ്തലൻ പറയുന്നൊരു കാര്യമുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 1 വാക്യം വായിക്കാം. അവിടെ എന്താണ് അപ്പോസ്തലൻ പറയുന്നത്? കൊരിന്ത്യയിലെ ദൈവമക്കളെ നോക്കിക്കൊണ്ട് അപ്പോസ്തലൻ വേദനയോടെ അവരോട് പറയുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 1 വാക്യം. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെയല്ല, ജഡികന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലൻ പറയുകയാണ്, കൊരിന്ത്യർ ദൈവമക്കളോട് പറയുകയാണ്, നിങ്ങളോട് എനിക്ക് ആത്മീയകർ എന്നുള്ളവരോട് പോലെ സംസാരിക്കാൻ കഴിയുന്നില്ല. കാരണം നിങ്ങൾ ഇന്നും ജഡീകന്മാരാണ്. നിങ്ങളിന്നും ആത്മാവിൽ വളർന്നിട്ടില്ല. നിങ്ങളിന്നും ആത്മീയമായിട്ട് ശിശുക്കളാണ്. ഒന്നുകൂടെ ആദ്യമൂലവാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെയല്ല, ജഡികന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരുടെ എന്ന പോലെ അത്രേ. ജഡീകന്മാരുടെ എന്ന പോലെ ക്രിസ്തുവിൽ ശിശുക്കളായവര്. പ്രിയപ്പെട്ടവർ, ക്രിസ്തുവിൽ ശിശുക്കളായവര് അവർ ജഡീകന്മാരാണ്. അവർ ആത്മീയരായിട്ടില്ല. ഒരു പുതുജനനം ലഭിച്ചു, ഒരു മാനസാന്തരം കിട്ടി, ഒരു രക്ഷയുടെ അനുഭവം കിട്ടി. പക്ഷേ അവരിന്നും ജഡീകരാണെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. പ്രിയപ്പെട്ടവർ, സത്യമല്ലേ ഇത്? നമ്മുടെ ജീവിതത്തിലേക്ക് നാം പരിശോധിക്കുമ്പോൾ നാം ഇന്നൊരു ആത്മീയരായി തീർന്നിട്ടുണ്ടോ? ജഡ സ്വഭാവങ്ങൾ ഇന്നും നമ്മൾ വസിക്കുന്നില്ലേ? നമ്മുടെ ഹൃദയത്തിൽ വരുന്നതായ ഓരോ ചിന്തകളും, ഓരോ ആഗ്രഹങ്ങളും, ഓരോ ഇഷ്ടങ്ങളും, ഓരോ സ്വപ്നങ്ങളും, ഓരോ മനോഭാവങ്ങളും നാം ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ ഇന്നും ജഡീകന്മാരല്ലേ? ജഡത്തിൻ്റെ ആഗ്രഹങ്ങളും, ജഡത്തിൻ്റെ സന്തോഷങ്ങളും, ജഡത്തിൻ്റെ ഇച്ഛകളും, ജഡത്തിൻ്റെ സുഖങ്ങളും, ജഡത്തിൻ്റെ താല്പര്യങ്ങളും, ജഡത്തിൻ്റെ സന്തോഷങ്ങളും ഇന്നും നമ്മെ ഭരിക്കുന്നില്ലേ? നാം ഇന്നും ജഡീകന്മാരല്ലേ? കൊരിന്ത്യയിലെ ദൈവമക്കളെക്കുറിച്ച് അപ്പോസ്തലന് ജഡീകന്മാരുടെ പോലെയാണ് സംസാരിക്കാൻ കഴിയുന്നത്. വീണ്ടും തുടർന്ന് നമുക്ക് വായിച്ച് കേൾക്കാം. ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. കട്ടിയായിട്ടുള്ള ആഹാരം നിങ്ങൾക്ക് തരാൻ കഴിയുന്നില്ല. കാരണം ഇന്ന് നിങ്ങൾക്ക് പാല് മാത്രമാണ് നിങ്ങൾക്ക് തരാൻ കഴിയുന്നത്. കാരണം കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കാൻ നിങ്ങൾ ഇതുവരെയും വളർന്നിട്ടില്ല. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു. ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലൻ കൊരിന്ത്യയിലെ വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ ഇന്നും ജഡീകന്മാരല്ലോ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവനവൻ്റെ ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കുമോ? ഞാൻ ഇന്നും ഒരു ജഡീകനല്ലേ? ഞാനൊരു ആത്മീയനായി തീർന്നിട്ടുണ്ടോ? ക്രിസ്തുവിൽ മരിക്കാൻ ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ? ഞാനൊരു പുതിയ മനുഷ്യനായോ? എൻ്റെ കാഴ്ചപ്പാടുകൾ മാറിയോ? എൻ്റെ ലക്ഷ്യങ്ങൾ മാറിയോ? എനിക്കൊരു വിശുദ്ധനായിട്ട് ജീവിക്കണമെന്നുള്ള ഒരു കൊതിയും ദാഹവും എൻ്റെ ഹൃദയത്തിലുണ്ടോ? മനസ്സറിഞ്ഞ് ജീവിതത്തിൽ ഒരു തെറ്റ് വരികയില്ല എന്നുള്ള നിർബന്ധം എനിക്കുണ്ടോ? അതെയോ ഇന്നും പിശാചിനെ ഇടം കൊടുത്തുകൊണ്ട്, പാപത്തിൽ രസിച്ചുകൊണ്ട്, മാനസാന്തരപ്പെട്ടവനാണെന്ന് അഭിമാനിച്ചുകൊണ്ട് ഞാൻ ഇന്നും ജീവിക്കുകയാണോ? എങ്കിൽ സഹോദരാ, നീ ഒരു ജഡീകനാണ്. നീ ഒരു ആത്മീയനാകാൻ ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. വീണ്ടും അപ്പോസ്തലൻ എന്താണ് പറയുന്നത്? നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ. ഈ ജഡീകന്മാരാണെന്ന് പറയാൻ കാരണം എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നും ഈർഷ്യയും പിണക്കവും ഉണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഈർഷ്യയുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പിണക്കമുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും വൈരാഗ്യമുണ്ട്. ഇന്നും നിങ്ങളുടെ ഹൃദയത്തിൽ നീരസമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ജഡീകന്മാരാണ്. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനെന്നും. പ്രിയപ്പെട്ടവരെ, ഈർഷ്യയും പിണക്കവും ഹൃദയത്തിലിരിക്കുന്നു. മാത്രമല്ല, ഇതാ പക്ഷം പിടിക്കുന്നു, ഗ്രൂപ്പിസം ഉണ്ടാക്കുന്നു. എന്താണ്? ഞാൻ ചില പൗലോസിന്റെ പക്ഷക്കാരൻ എന്ന് പറയുന്നു, മറ്റൊരുത്തൻ ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ എന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സാധാരണ മനുഷ്യരിൽ ഒരു ആത്മീയൻ അങ്ങനെ പറയാൻ കഴിയുമോ? ഒരു ആത്മീയന്റെ ഉള്ളിൽ ഈർഷ്യയും പിണക്കവും ഉണ്ടാകുമോ? ഒരു ആത്മീയന്റെ ഹൃദയത്തിൽ പക്ഷഭേദം ഉണ്ടാകുമോ? ഞാൻ ഇന്നയാളുടെ കൂട്ടത്തിലുള്ളവൻ, ഞാൻ ഇന്നയാളുടെ ഗ്രൂപ്പിലുള്ളവൻ. പക്ഷഭേദമുണ്ടോ ഒരാത്മീയന്? ആ ചിന്താഗതിയില്ല പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ കൊരിന്ത്യയിലെ ദൈവമക്കൾ ആരാണ്? അവരുടെ അനുഭവം എന്താണ്? 1-ാം അധ്യായം 5 വാക്യം വായിക്കുമ്പോൾ ഈ കൊരിന്ത്യയിലെ ക്രിസ്ത്യാനികളെക്കുറിച്ച്, കൊരിന്ത്യയിലെ ദൈവമക്കളെക്കുറിച്ച് അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ട്. അവരുടെ അനുഭവം എന്താണ്? ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ, അവനിൽ നിങ്ങൾ സകലത്തിലും, വിശേഷാൽ സകല വചനത്തിലും
സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ വചനത്തിൽ, ദൈവിക പരിജ്ഞാനത്തിൽ അവർ സമ്പന്നരാണ് ഈ കൊരിന്ത്യയിലെ ദൈവമക്കൾ. പിന്നെ ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി, നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, കൃപാവരത്തിൽ നിറഞ്ഞു നിൽക്കുന്നവരാണ്, കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നവരാണ്. പക്ഷേ അവരിന്നും ജഡീകന്മാരാണ്. അവരുടെ ഉള്ളിൽ നിന്നും ജഡത്തിന്റെ ആഗ്രഹങ്ങളാണ് നിൽക്കുന്നത്. അവർ ആത്മീയരായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലൻ റോമാലേഖനം 8-ാം അധ്യായം 8-9 വാക്യം വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലൻ പറയുന്നുണ്ട്, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല എന്ന്. റോമാലേഖനം 8-ാം അധ്യായം 8-9 വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ദൈവം പ്രസാദിക്കുന്നൊരു ജീവിതം നയിക്കണമെന്ന്. നാം എന്താണ് ചെയ്യേണ്ടത്? ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. നാം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കണം. എൻ്റെ ജീവിതത്തിൽ ഏതൊക്കെയാണ് ഈ ജഡസ്വഭാവമുള്ളത്, ജഡത്തിൻ്റെ ആഗ്രഹങ്ങളുള്ളത്, ജഡത്തിൻ്റെ സന്തോഷങ്ങളുള്ളത്? എവിടെയാണ്? ഞാൻ ഇന്നും ഒരു ജഡീകനല്ലേ? ഞാനൊരു ആത്മീയനായിട്ടില്ലല്ലോ. നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരുന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കിതെല്ലാം മനസ്സിലാക്കി തരും. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. അടുത്ത വാക്യം എന്താണ്? നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ആത്മസ്വഭാവമുള്ളവരത്രേ. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ വസിക്കുന്നവനാണ് ആത്മീയൻ. അവൻ്റെ ഉള്ളിൽ ജഡസ്വഭാവം വരികയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ ഈ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ ആത്മാവാണോ നമ്മെ നിയന്ത്രിക്കുന്നത്? നമ്മുടെ ഓരോ ചലനവും, നമ്മുടെ ഓരോ സംസാരവും, നമ്മുടെ ഓരോ നോട്ടവും, നമ്മുടെ ഓരോ ചിന്താഗതിയും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരാളത്വമായി രൂപാന്തരം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു ആത്മീയനാകാൻ ആഗ്രഹമുണ്ടോ? ക്രിസ്തുവിൽ പുതിയ മനുഷ്യനാണ് കർത്താവിൽ മരിക്കുവാൻ കഴിയുന്നത്. എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ടവരെ, പഴയതിനോട് യാത്ര പറയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഒരു പുതിയ സൃഷ്ടിയാകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് എന്താണ് പറയുന്നത്? ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, വായിൽ നിന്ന് വരുന്ന ദുർഭാഷണം, ഇവയൊക്കെയും വിട്ടുകളവീൻ. അന്യോന്യം ഭോഷ്ക് പറയരുത്. ഇതൊക്കെ ജഡത്തിന്റെ ജഡസ്വഭാവം ഉള്ളവരിൽ നിന്ന് വരുന്നതാണ്. ഭോഷ്ക് പറയുന്ന സ്വഭാവം, നുണ പറയുന്ന സ്വഭാവം. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിച്ചു നോക്കണം. നാം ആത്മീയരെന്ന് അഭിമാനിക്കുന്നവരാണ്, ദൈവവേല ചെയ്യുന്നവരാണ്, യേശുക്രിസ്തുവിനെ സാക്ഷിക്കുന്നവരായിരിക്കാം, ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നവരായിരിക്കാം, ദൈവവേലയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവരായിരിക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇന്നും ഭോഷ്ക് വരുന്നില്ലേ? നുണ പറയാറില്ലേ? നാം എങ്ങനെ ആത്മീയരാവും? നാം അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞുകളഞ്ഞ്, ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിങ്ങളുടെ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞുകളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പുതിയ മനുഷ്യനാകാൻ ആഗ്രഹമുണ്ടോ? പഴയതിനോട് യാത്ര പറയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പഴയ സ്വഭാവത്തോട് യാത്ര പറഞ്ഞൊരു പുതിയ മനുഷ്യനായി ജീവിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. നിങ്ങളുടെ ഹൃദയം ആഗ്രഹിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? എനിക്കൊരു പുതിയ മനുഷ്യനായിട്ട് ജീവിക്കണം, എനിക്കൊരു ആത്മീയനായിട്ട് ജീവിക്കണം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 22 മുതലുള്ളതായ വാക്യങ്ങളിൽ അവിടെയും അപ്പോസ്തലൻ ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ മനുഷ്യനാകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഒരു പുതിയ സൃഷ്ടിയാകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പഴയത് മാറി ക്രിസ്തുവിൻ്റെ സ്വഭാവം പ്രാപിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു ക്രിസ്തു നമ്മെ വിളിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അവനാണ് ഭാഗ്യവാൻ എന്ന് പറയുന്നത്. എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൽ മരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പുതുതായി ജനിക്കണം, പുതിയ സൃഷ്ടിയാകണം, ക്രിസ്തുവിൽ പുതിയ മനുഷ്യനായിട്ട് ജീവിക്കണം. അതിന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അത് ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് സാധിക്കുമോ? സാധിക്കും പ്രിയപ്പെട്ടവരെ. ഒരു സാധാരണ മനുഷ്യന് സാധിക്കുമോ? സാധിക്കും പ്രിയപ്പെട്ടവരെ. എങ്ങനെ സാധിക്കും? അത് മനുഷ്യൻ്റെ അധ്വാനത്താലാണോ?
മനുഷ്യൻ്റെ പ്രാർത്ഥനയാലാണോ? മനുഷ്യൻ്റെ ഏതെങ്കിലും കർമ്മമാർഗങ്ങളാലാണോ? ഒരിക്കലുമല്ല. എന്നെ പുതിയ മനുഷ്യനാക്കാനാണ് യേശു ക്രിസ്തു കാൽവറിയിൽ മരിച്ചത്. അവൻ്റെ ജീവൻ അവൻ വെടിഞ്ഞത്, അവൻ്റെ രക്തം അവൻ ചിന്തിയത്. മകനെ, നിന്നെ ഒരു പുതിയ മനുഷ്യനാക്കാനാണ്, നിന്റെ ഹൃദയം മാറ്റിത്തരാനാണ്, നിന്റെ പാപം കഴുകാനാണ്, നിന്നെ സ്വർഗരാജ്യത്തിൽ എത്തിക്കാനാണ്, നിന്നെ ഒരു ഭാഗ്യവാനാക്കാനാണ്. നിന്നെ ഒരു ഭാഗ്യവാനാക്കാനും വേണ്ടി യേശു ക്രിസ്തു ക്രൂശിൽ ഒരു ശാപഗ്രസ്തനെ പോലെ മരിച്ചു. അവൻ നിനക്ക് വേണ്ടി മരിച്ചു, നിന്റെ പാപത്തിന് പരിഹാരമായി മരിച്ചു. നീ അത് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ നീ ക്രൂശിൻ്റെ ചൂട്ടിലേക്ക് വരിക, യേശു ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലേക്ക് വരിക. ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ ചൂട്ടിലേക്ക് വരാം. എന്നെ ഒരു പുതിയ മനുഷ്യനാക്കുവാൻ, എന്നെ ഒരു ഭാഗ്യവാനാക്കുവാൻ, എനിക്ക് ക്രിസ്തുവിൽ മരിക്കുവാൻ യേശു എനിക്ക് വേണ്ടി മരിച്ചു. യേശു എനിക്ക് വേണ്ടി അവൻ്റെ ജീവരക്തം ഊറ്റി, അവൻ എൻ്റെ പാപം വഹിച്ചുകൊണ്ട് എനിക്ക് പകരമായി അവൻ ക്രൂശിൽ മരിച്ചു. അവൻ്റെ തിരുബലിയാൽ, അവൻ്റെ തിരുരക്തത്താൽ, അവൻ്റെ കാൽവറിയിലെ പരിശുദ്ധമായ യാഗത്താൽ എനിക്ക് സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനമുണ്ട്. എനിക്ക് ഭാഗ്യവാനാകാം. മകനെ, നിന്നെ ഭാഗ്യവാനാക്കുവാൻ യേശു ഒരു ഭാഗ്യഹീനനെ പോലെ, ഒരു നികൃഷ്ട മനുഷ്യനെ പോലെ, ഒരു ദുഷ്ട മനുഷ്യനെ പോലെ, രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ കാൽവറിയിൽ ഇതാ 3 ആണിമേൽ തൂങ്ങിക്കിടക്കുന്ന കാഴ്ച മകനെ നീ ഒന്ന് കാണുമോ? അവൻ നിനക്ക് വേണ്ടിയാണ് മരിച്ചത്. അവൻ നിന്റെ പാപത്തിന് വേണ്ടിയാണ് മരിച്ചത്. നിന്റെ ശാപത്തിന് വേണ്ടിയാണ് അവൻ മരിച്ചത്. നിന്നെ സ്വർഗരാജ്യത്തിൽ എത്തിക്കുവാനാണ് അവൻ മരിച്ചത്. നിങ്ങൾ ആരെല്ലാം അത് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങൾ ക്രൂശിലേക്ക് നോക്കുക, ക്രൂശിലെ ബലിയിൽ നിങ്ങൾ വിശ്വസിക്കുക, യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുക, എഴുതുക, ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. മകനെ, നിനക്കും ഒരു ഭാഗ്യമരണമുണ്ട്. മകനെ, നിനക്ക് ഭാഗ്യകരമായൊരു ജീവിതമുണ്ട്. നിന്റെ അവസാനം ഭാഗ്യകരമായിരിക്കും. നീ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക, ഒരു പുതിയ മനുഷ്യനായി ജീവിക്കുക, ഒരു വിശുദ്ധ ജീവിതം നയിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഒരു പുതിയ മനുഷ്യനാകുവാൻ ഞങ്ങളെ അവിടുന്ന് സ്നേഹത്തോടെ ഞങ്ങളോട് സംസാരിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്വർഗീയ ഭാഗ്യവാന്മാരാകുവാൻ അവിടുന്ന് ഞങ്ങളെ തിരഞ്ഞെടുത്തതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ.